not get anything free in your life. There is no shortcut to success. There is no magical wand for success. If you want to achieve something great, you need to do something daily, continuously, constantly, relentlessly, and passionately. You go and check the history of the world, you will find extraordinary achievements, and just behind that you will find extraordinary efforts. So you need to do work. You work and work and work. And last, but the most important thing in your life, a human being is measured not by your position, not by your bank balance, or not by your house or your car. A human being is measured what fragrance he has left here, what you are sharing, what you are giving. And life is giving. Become a perfect human being. That's our aim. രണ്ടാം ദിവസം കഴിഞ്ഞ കാര്യങ്ങൾ എങ്ങനെ ചിന്തിക്കാം പറയാം. ഞാൻ ഇന്നലെ 5 മണിക്ക് എഴുന്നേറ്റു. ഐ woke up at 5 AM yesterday. ഇവിടെ നാം ഉപയോഗിക്കുന്നത് വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ്. എൻ്റെ പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം ആഫ്റ്റർ മൈ മോർണിംഗ് അബ്ലൂഷൻസ് ഐ പ്രേയ്ഡ് ഫോർ സം ടൈം. ഞാൻ കുറച്ച് സമയം പ്രാർത്ഥിച്ചു. ദെൻ ഐ ഡിഡ് യോഗ. ഞാൻ യോഗ ചെയ്തു. ആൻഡ് മെഡിറ്റേറ്റഡ് ഫോർ ഹാഫ് ആൻ അവർ. ഞാൻ ധ്യാനിച്ചു കുറച്ച് സമയം. ഐ ഇൻട്രൊഡ്യൂസ്ഡ് മൈ ഫ്രണ്ട് ടു മൈ ന്യൂ നെയ്ബർ. ഞാൻ എൻ്റെ പുതിയ അയൽവക്കക്കാരന് എൻ്റെ ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി. ഇൻട്രൊഡ്യൂസ്ഡ് പരിചയപ്പെടുത്തി. ഞാൻ പരിചയപ്പെട്ടു എന്ന് പറയുമ്പോൾ ഐ ഗോട്ട് അക്വൈൻറ്റഡ് വിത്ത് മൈ ന്യൂ നെയ്ബർ. ഞാൻ എൻ്റെ പുതിയ നെയ്ബറെ പരിചയപ്പെട്ടു. ഐ ഗോട്ട് അക്വൈൻറ്റഡ്. അച്ഛൻ ഇന്നലെ എന്നെ വഴക്ക് പറഞ്ഞു. മൈ ഫാദർ സ്കോൾഡഡ് മീ. വഴക്ക് പറഞ്ഞു. ഞാൻ ഇന്നലെ അച്ഛനുമായി വഴക്കടിച്ചു എന്നാണെങ്കിൽ ഐ ക്വാറൽഡ് വിത്ത് മൈ ഫാദർ. മൈ ടീച്ചർ ഗോട്ട് ആംഗ്രി വിത്ത് മീ. എൻ്റെ ടീച്ചർ എന്നോട് ദേഷ്യപ്പെട്ടു. ഐ ഫൗട്ട് വിത്ത് മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടുമായി ഇടികൂടി. ഐ ഹാഡ് എ വെർബൽ ബാറ്റിൽ വിത്ത് മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് ഒരു വാക്പയറ്റ് നടത്തി. എൻ്റെ അമ്മ എന്നെ തല്ലിച്ചതച്ചു. മൈ മദർ ബീറ്റ് മീ ബാഡ്ലി സിവിയർലി. മൈ മദർ ബീറ്റ് മീ ബ്ലാക്ക് ആൻഡ് ബ്ലൂ. ബീറ്റ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് വെച്ചാൽ തല്ലിച്ചതയ്ക്കുക. ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയി. ഐ വെൻറ്റ് ടു മാർക്കറ്റ്. ഞാൻ വെജിറ്റബിൾസ് വാങ്ങി. ആൻഡ് ഐ ബോട്ട് വെജിറ്റബിൾസ്. ഞാൻ മത്സ്യം വാങ്ങിയില്ല. ഐ ഡിഡിൻറ്റ് ബൈ ഫിഷ്. ഡിഡിൻറ്റ് ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് ഫോം ഉപയോഗിക്കണം. ഡിഡിൻറ്റ് ബൈ ഫിഷ്. മെഡിസിൻ വാങ്ങാൻ എനിക്ക് സാധിച്ചില്ല. ഐ കുഡിൻറ്റ് ബൈ മെഡിസിൻ. കുഡിൻറ്റ് പ്ലസ് ഫസ്റ്റ് ഫോം കുഡിൻറ്റ് ബൈ മെഡിസിൻ. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ ഐ ഹാഡ് നോ മണി. എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഐ വാസ് ഔട്ട് ഓഫ് പോക്കറ്റ്. എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല എങ്കിൽ ഐ ആം ഔട്ട് ഓഫ് പോക്കറ്റ്. ഇപ്പോൾ പൈസയില്ല. ഞാൻ മാർക്കറ്റിൽ എത്തിയപ്പോൾ ഭയങ്കര മഴ പെയ്തു. വെൻ ഐ റീച്ച്ഡ് ദ മാർക്കറ്റ് ഇറ്റ് റെയിൻഡ് ഹെവിലി. ഭയങ്കര മഴ പെയ്തു. ഇറ്റ് റെയിൻഡ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് വെച്ചാൽ മഴ ഭയങ്കരമായിട്ട് പെയ്തു എന്ന് തന്നെയാണ് അർത്ഥം. ഇറ്റ് റെയിൻഡ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. വൈൽ ഐ വാസ് മെഡിറ്റേറ്റിംഗ് മൈ ഫ്രണ്ട് ഫോൺഡ് മീ ഓർ കോൾഡ് മീ. ഞാൻ ധ്യാനിക്കുകയായിരുന്നപ്പോൾ ഐ വാസ് മെഡിറ്റേറ്റിംഗ്. ഞാൻ ധ്യാനിക്കുകയായിരുന്നു. എൻ്റെ ഫ്രണ്ട് വിളിച്ചു.
അപ്പോൾ നാം ചേർക്കുന്നത് while, WHILE, while I was meditating, ഞാൻ ധ്യാനിക്കുകയായിരുന്നപ്പോൾ. നെക്സ്റ്റ്, while I was cooking, my mother came. ഞാൻ കുക്ക് ചെയ്യുകയായിരുന്നപ്പോൾ എൻ്റെ അമ്മ വന്നു. While we were having breakfast, we were eating breakfast. ഓക്കെ, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നപ്പോൾ we ഉപയോഗിക്കുന്ന സമയത്ത് we were having breakfast. It rained, മഴ പെയ്തു. It drizzled എന്ന് വെച്ചാൽ മഴ ചാറി. was ഉപയോഗിക്കുന്നത് I, he, she, it മുതലായ പ്രോനൗൺ വരുമ്പോഴാണ് was ഉപയോഗിക്കുന്നത്. we, you, they മുതലായവ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ were എന്നും ഉപയോഗിക്കണം. while my father was ironing, power supply failed or interrupted or disrupted. അച്ഛൻ എൻ്റെ ഷർട്ട് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയി, പവർ സപ്ലൈ ഫെയിൽഡ് അല്ലെങ്കിൽ ഇൻ്ററപ്റ്റഡ്, ഡിസ്റപ്റ്റഡ്. ഐ വാസ് കുക്കിംഗ്, ഞാൻ കുക്ക് ചെയ്യുകയായിരുന്നു. ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. വി വർ ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ്. മൈ ഫാദർ വാസ് അയേണിംഗ്, അച്ഛൻ അയൺ ചെയ്യുകയായിരുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ്. ഐ വാസ് റീഡിംഗ് ന്യൂസ് പേപ്പർ, ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുകയായിരുന്നു. ഐ വാസ് സ്ലീപ്പിംഗ്, ഞാൻ ഉറങ്ങുകയായിരുന്നു. ഇതെല്ലാം പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. നെക്സ്റ്റ്, ഞാൻ ഓഫീസിലെത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. വെൻ ഐ റീച്ച്ഡ് മൈ ഓഫീസ് മൈ ഫ്രണ്ട് ഹാഡ് അറൈവ്ഡ്. അറൈവ്ഡ് എന്നുള്ളത് തേർഡ് ഫോം ആണ്. ഹാഡ് പ്ലസ് തേർഡ് ഫോം. എൻ്റെ ഫ്രണ്ട് ഹാഡ്, മൈ ഫ്രണ്ട് ഹാഡ് കം, തേർഡ് ഫോം ആണ് കം. എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഇങ്ങനെയും പറയാം. ഇവിടെ രണ്ട് പാസ്റ്റ് ടെൻസ് ആണ്. ഐ റീച്ച്ഡ്, നമ്പർ 2 മൈ ഫ്രണ്ട് അറൈവ്ഡ്. ഇതിൽ ആദ്യം നടന്ന സംഭവത്തിൻ്റെ കൂടെയാണ് ഹാഡ് ചേർക്കേണ്ടത്. വെൻ ഐ റീച്ച്ഡ് മൈ ഓഫീസ് മൈ ഫ്രണ്ട് ഹാഡ് കം, എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, വെൻ ഐ വോക്ക് അപ്പ്, ഞാൻ എഴുന്നേറ്റപ്പോൾ മൈ മദർ ഹാഡ് പ്രിപ്പയർഡ് ഗ്രീൻ ടീ, ഞാൻ എഴുന്നേറ്റപ്പോൾ അമ്മ ഗ്രീൻ ടീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രണ്ട് സംഭവം, ഒന്ന് ഞാൻ എഴുന്നേറ്റു, അതിനു മുമ്പ് തന്നെ അമ്മ ഗ്രീൻ ടീ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ആ സെൻറ്റൻസ് ഇങ്ങനെ തിരിച്ചും പറയാം. മൈ മദർ ഹാഡ് പ്രിപ്പയർഡ് ഗ്രീൻ ടീ ബിഫോർ ഐ വോക്ക് അപ്പ്. വെൻ എന്ന് പറയുന്നതിന് പകരം ബിഫോർ ഉപയോഗിക്കാം, ബൈ ദ ടൈം ഉപയോഗിക്കാം. ബൈ ദ ടൈം വി എൻറ്റേർഡ് ദ തിയേറ്റർ ദ ഫിലിം ഹാഡ് ബിഗൺ. ഞങ്ങൾ തിയേറ്ററിൽ പ്രവേശിച്ചപ്പോഴേക്കും ദ ഫിലിം, സിനിമ, ഹാഡ് ബിഗൺ, തേർഡ് ഫോം ബിഗൺ, സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെയെല്ലാം ഹാഡ് പ്ലസ് തേർഡ് ഫോം ആണ്. ഇതിനെ പാസ്റ്റ് പെർഫെക്റ്റ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നാം പഠിച്ച പാസ്റ്റ് ടെൻസിലെ എല്ലാ തരത്തിലും ഉള്ള ചോദ്യങ്ങൾ പഠിക്കാം. നിങ്ങൾ ഒരു വീട്ടമ്മയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ അമ്മ വീട്ടിൽ നിന്ന് നിങ്ങളെ വിളിക്കുന്നു. മദർ, ഡിഡ് യു ഗോ എനിവെയർ യെസ്റ്റർഡേ? ഡോട്ടർ, യെസ് ഐ വെൻറ്റ്. ചോദ്യത്തിൽ ഡിഡ് യു ഗോ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ആൻസർ പറയുമ്പോൾ യെസ് ഐ വെൻറ്റ് സെക്കൻഡ് ഫോം. എവിടെ പോയി? വെയർ ഡിഡ് യു ഗോ? ഐ വെൻറ്റ് ടു എറണാകുളം. എപ്പോൾ പോയി? വെൻ ഡിഡ് യു ഗോ? ഐ വെൻറ്റ് ഇൻ ദ മോർണിംഗ്. എങ്ങനെ പോയി? ഹൗ ഡിഡ് യു ഗോ? ഐ വെൻറ്റ് ബൈ ട്രെയിൻ. എന്തിനു പോയി? വൈ ഡിഡ് യു ഗോ? ഐ വെൻറ്റ് ടു അറ്റൻഡ് ആൻ ഇൻ്റർവ്യൂ. ആരുടെ കൂടെ പോയി? വിത്ത് ഹും ഡിഡ് യു ഗോ? ഐ വെൻറ്റ് വിത്ത് മൈ ഫ്രണ്ട്. എങ്ങനെ തിരിച്ചു വന്നു? ഹൗ ഡിഡ് യു കം ബാക്ക്? ഐ കെയിം ബാക്ക് ബൈ ട്രെയിൻ. നീ കഴിഞ്ഞയാഴ്ച ഡോക്ടറെ കണ്ടോ? ഡിഡ് യു കൺസൾട്ട് ഡോക്ടർ ലാസ്റ്റ് വീക്ക്? യെസ് ഐ കൺസൾട്ടഡ്. എന്തു പറഞ്ഞു ഡോക്ടർ? വാട്ട് ഡിഡ് ദ ഡോക്ടർ സേ? ഡോക്ടർ ആസ്ക്ഡ് മീ ടു ടേക്ക് റെസ്റ്റ്.
ഏത് ഹോസ്പിറ്റലിലാണ് നീ പോയത്? വിച്ച് ഹോസ്പിറ്റൽ ഡിഡ് യു ഗോ? ഐ വെൻറ്റ് ടു ജനറൽ ഹോസ്പിറ്റൽ. എത്ര രൂപ നീ പേ ചെയ്തു? ഹൗ മച്ച് ഡിഡ് യു പേ? ഐ പെയ്ഡ് നത്തിങ്. വിത്ത് ഹും ഡിഡ് യു ഗോ? ആരുടെ കൂടെ പോയി? ഐ വെൻറ്റ് എലോൺ. അതിരിക്കട്ടെ, നിൻ്റെ സഹോദരൻ ഇന്നലെ വിളിച്ചോ? ബൈ ദ ബൈ, ഡിഡ് യുവർ ബ്രദർ കോൾ യു യെസ്റ്റർഡേ? യെസ്, ഹീ കോൾഡ് മീ. നാം ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന വൈ ഡിഡിൻറ്റ്. എക്സാമ്പിൾ, എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല? വൈ ഡിഡിൻറ്റ് യു കോൾ മീ? ഞാൻ കരുതി താങ്കൾ തിരക്കിലായിരിക്കുമെന്ന്. ഐ തോട്ട് യു വർ ബിസി. എന്തുകൊണ്ട് അവൾ വന്നില്ല? വൈ ഡിഡിൻറ്റ് ഷീ കം? അവൾക്ക് താല്പര്യമില്ല. ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. എന്തുകൊണ്ട് നീ പൈസ ചോദിച്ചില്ല? വൈ ഡിഡിൻറ്റ് യു ആസ്ക് മീ മണി? ഐ തോട്ട് യു ഹാഡ് നോ മണി. അടുത്തത് ഡിഡ് യു, ഡിഡിൻറ്റ് യു. ഡിഡ് യു ഹിയർ? നീ കേട്ടോ? സോറി, ഐ ഡിഡിൻറ്റ് ഹിയർ. ഡിഡ് ഷീ മീറ്റ് യു? അവൾ നിന്നെ മീറ്റ് ചെയ്തോ? യെസ്, ഷീ മെറ്റ് മീ. ഡിഡിൻറ്റ് യു റൈറ്റ് എക്സാം? നീ എക്സാം എഴുതിയില്ലേ? യെസ്, ഐ റോട്ട്. ഡിഡിൻറ്റ് യു റീഡ് ന്യൂസ് പേപ്പർ? നീ ന്യൂസ് പേപ്പർ വായിച്ചില്ലേ? യെസ്, ഐ റെഡ്. ഡിഡിൻറ്റ് യു സ്റ്റഡി? നീ പഠിച്ചില്ലേ? യെസ്, ഐ സ്റ്റഡീഡ്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന വിധം. ഞാൻ വിളിച്ചപ്പോൾ നീ ഉറങ്ങുകയായിരുന്നു. വേർ യു സ്ലീപ്പിംഗ് വെൻ ഐ കോൾഡ് യു? യെസ്, ഐ വാസ് സ്ലീപ്പിംഗ്. അവൻ പഠിക്കുകയായിരുന്നോ ഞാൻ വന്നപ്പോൾ? വാസ് ഹി സ്റ്റഡിയിങ് വെൻ ഐ കെയിം? യെസ്, ഹി വാസ് സ്റ്റഡിയിങ്. നിങ്ങൾ ഡിന്നർ കഴിക്കുകയായിരുന്നോ? വർ യു ഹാവിങ് ഡിന്നർ? നോ, വി വർ നോട്ട് ഹാവിങ് ഡിന്നർ, വി വർ പ്ലേയിങ് ചെസ്. പാസ്റ്റ് പെർഫെക്റ്റിലെ ചോദ്യങ്ങൾ. ഹാഡ് യു കംപ്ലീറ്റഡ്? നീ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? യെസ്, ഐ ഹാഡ് കംപ്ലീറ്റഡ്. ഹാഡ് ഷീ ജോയിൻഡ്? അവൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? യെസ്, ഷീ ഹാഡ് ജോയിൻഡ്. ഹാഡ് ദേ പാസ്ഡ് ദി എക്സാം? അവർ പരീക്ഷ പാസ്സായിട്ടുണ്ടായിരുന്നോ? യെസ്, ദേ ഹാഡ് പാസ്ഡ് ദെയർ എക്സാം. ഇനി കൂടുതൽ ചോദ്യങ്ങൾ പറഞ്ഞു പഠിക്കാൻ. നീ എന്താണ് നിശബ്ദത പാലിച്ചത്? വൈ ഡിഡ് യു കീപ് ക്വയറ്റ്? ഐ ഡോണ്ട് നോ വൈ ഐ കെപ്റ്റ് ക്വയറ്റ്. നീ എന്താണ് അവനോട് പറഞ്ഞത്? വാട്ട് ഡിഡ് യു ടെൽ ഹിം? ഐ ഡിഡ്ന്റ് ടെൽ ഹിം എനിത്തിങ്. നീ എന്തു ചെയ്തു? വാട്ട് ഡിഡ് യു ഡു? ഐ ഡിഡ് നോട്ട് ഡു എനിത്തിങ്. നീ എന്തു കൊണ്ടുവന്നു? വാട്ട് ഡിഡ് യു ബ്രിങ്? ഐ ബ്രോട്ട് ആപ്പിൾസ് ഫോർ യു. നിൻ്റെ മൊബൈൽ നീ എവിടെയാണ് വെച്ചത്? വെയർ ഡിഡ് യു ലീവ് യുവർ മൊബൈൽ? ഐ ലെഫ്റ്റ് മൈ മൊബൈൽ അറ്റ് ഹോം. ഇന്നലെ അവിടെ മഴ പെയ്തോ? ഡിഡ് ഇറ്റ് റെയിൻ ദെയർ യെസ്റ്റർഡേ? യെസ്, ഇറ്റ് റെയിൻഡ്. അവർ നിന്നെ ക്ഷണിച്ചോ? ഡിഡ് ദേ ഇൻവൈറ്റ് യു? യെസ്, ദേ ഇൻവൈറ്റഡ് മീ. നീ അവിടെ കൃത്യസമയത്ത് എത്തിയോ? ഡിഡ് യു റീച്ച് ദെയർ ഓൺ ടൈം? യെസ്, ഐ റീച്ച്ഡ്. നീ എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയത്? വൈ ഡിഡ് യു ബിഹേവ് ലൈക്ക് ദാറ്റ്? ഐ ഡോണ്ട് നോ വൈ. നീ എന്തുകൊണ്ടാണ് റിസൈൻ ചെയ്തത്? വൈ ഡിഡ് യു റിസൈൻ ഫ്രം യുവർ ജോബ്? ഐ വാണ്ട് ടു ഡു സംതിങ് വാല്യുബിൾ. നീ എങ്ങനെ മാനേജ് ചെയ്തു? ഹൗ ഡിഡ് യു മാനേജ്? ഐ മാനേജ്ഡ് സംഹൗ. നീ എത്ര നേരം വെയിറ്റ് ചെയ്തു? ഹൗ ലോങ് ഡിഡ് യു വെയിറ്റ്? ഐ വെയിറ്റഡ് ഫോർ ഹാഫ് ആൻ അവർ. നീ ഏതാണ് സെലക്ട് ചെയ്തത്?
Which one did you select? I selected this one. നിന്നോട് ആരാണ് അത് പറഞ്ഞത്? Who told you that? Raju told me. ആരാണ് മാച്ച് ജയിച്ചത്? Who won the match? India won the match. Who kept it here? ഇത് ആരാണ് ഇവിടെ വെച്ചത്? She kept it here. അവളാണ് ഇത് ഇവിടെ വെച്ചത്. Who gave you that? നിനക്കത് ആരാണ് നൽകിയത്? My grandmother gave me that. ഈ ക്ലാസ് പല പ്രാവശ്യം കേട്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ആവർത്തിച്ച് പഠിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും സംസാരിക്കാൻ കഴിയും. All the best.